ജ്യോതിർ ഘോഷിനെ മുഖാമുഖം കാണുന്നത് ഇങ്ങനൊരു പരിപാടിയിൽ ആദ്യമാണ്. സ്വാഗതം. താങ്ക് യു. ഞാൻ ഇന്ന് ഘോഷുമായിട്ട് സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, നിങ്ങൾ ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ള ഒരു ദിനപത്രം ഈ മാസം 18-ാം തീയതി വാർഷികം ആഘോഷിക്കുകയാണ്. മാതൃഭൂമി ദിനപത്രം മലയാളികൾ കാണാൻ തുടങ്ങിയിട്ട് 102 വർഷം തികയുകയാണ് ഈ മാർച്ച് 18-ാം തീയതി. 1923 മാർച്ച് 18-ാം തീയതിയാണ് മാതൃഭൂമി ആദ്യമായി പ്രസിദ്ധീകൃതമാകുന്നത്. കെ പി കേശവമേനോൻ അതിൻ്റെ ആദ്യത്തെ 2 കോപ്പിയും തലയിൽ വെച്ച് നടന്നു പോയത് അദ്ദേഹം തൻ്റെ ഓർമ്മക്കുറിപ്പിൽ വിവരിക്കുന്നുണ്ട്. തീർച്ചയായും. അതിനുശേഷം അത് ആദ്യത്തെ മാതൃഭൂമി കോപ്പി 1-ാം പുറത്ത് മഹാത്മജിയുടെ ചിത്രവും എൻ്റെ ഗുരുനാഥൻ എന്ന വള്ളത്തോളിൻ്റെ പ്രസിദ്ധമായ കവിതയും ചേർത്താണ് പ്രസിദ്ധീകരിച്ചത്. അതിൽ നിന്ന് തന്നെ ആ പത്രത്തിൻ്റെ നയം കേശവമേനോൻ പ്രഖ്യാപിക്കുകയായിരുന്നു. കൂടാതെ മുഖപ്രസംഗത്തിലൂടെയും പത്രത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ആക്കം കൂട്ടുവാൻ അതിൻ്റെ ഒരു ജിഹ പോലെ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയെ അനുകരിച്ച് മലയാളത്തിൽ പ്രസിദ്ധീകൃതമായ മാതൃഭൂമി 102 വർഷം പിന്നിടുമ്പോൾ അതുപോലെ 100 വർഷത്തിലേറെ പൂർത്തിയാക്കിയ വേറെ 3 പത്രങ്ങൾ കൂടി മലയാളത്തിലുണ്ട് എന്ന് ഓർക്കണം. അതായത് ആദ്യമായി മലയാള ഭാഷയിലിറങ്ങിയ ദിനപത്രം, സമ്പൂർണമായ ലക്ഷണയുക്തമായ ദിനപത്രം നസ്രാണി ദീപിക. അത് റോമൻ കാത്തലിക്സ് സഭയുടെ വകയായി സഭയുടെ മുഖപത്രം എന്ന നിലയിലായിരുന്നു 1887 കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകൃതമായത്. പിറ്റേ വർഷം തന്നെ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമ കമ്പനി രജിസ്റ്റർ ചെയ്തു 1888. 90 മുതൽ മനോരമയും വന്നു തുടങ്ങി. 1911 മയ്യനാട്ട് നിന്ന് CB കുഞ്ഞിരാമൻ കേരള കൗമുദി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. അത് സുജനാനന്ദിനി എന്ന ഓഫീസ് വർഗീയ ലഹളയെ തുടർന്ന് കത്തിക്കപ്പെട്ടതിൻ്റെ ചാരത്തിൽ നിന്നും ഉടലെടുത്ത പത്രമായിരുന്നു. സമുദായത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടി ഒരു പത്രം എന്ന പരസ്യവാചകത്തോടെയാണ് കേരള കൗമുദി മയ്യനാട്ട് നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്. പിന്നീടത് തിരുവനന്തപുരത്തെ പേട്ടയിലേക്ക് പിൽക്കാലത്ത് മാറ്റപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ 4 പത്രങ്ങളാണ് കേരളത്തിൽ 100 വർഷം പിന്നിട്ടവയായിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആഗോള മാധ്യമ പ്രചാരങ്ങളുടെ ഇടയിൽ ഈ അച്ചടി മാധ്യമങ്ങളുടെ ഒരു ആയുസ് അറ്റുപോകാറായോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാങ്കേതിക വളർച്ചയുടെ ഘട്ടത്തിലാണ് നിൽക്കുന്നത്. എല്ലാ അച്ചടി മാധ്യമങ്ങളും പ്രതിസന്ധിയിലാണ്. കാരണം ജനങ്ങളുടെ അഭിരുചിയും ശീലങ്ങളുമെല്ലാം മാറിയതനുസരിച്ച് വായനാ സമൂഹം ലോകമെങ്ങും പത്രങ്ങളിൽ നിന്ന് വിവരങ്ങൾ വായിച്ച് ആർജിക്കുന്ന രീതി കുറഞ്ഞു വന്നിരിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ കോവിഡ് മഹാമാരിയും കൂടെ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തോത് ഭയാനകമായി കുറയുകയും ചെയ്തു. പത്രങ്ങളുടെ എല്ലാം പേര് പറഞ്ഞ എല്ലാ പത്രങ്ങളുടെയും പ്രചാരം ഗണ്യമായി കുറഞ്ഞ ഒരു ഘട്ടത്തിലാണ്. അന്ത്യശ്വാസം വലിക്കാറായോ നമ്മുടെ പ്രമുഖ അച്ചടി പത്രങ്ങൾ? ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പത്രങ്ങളും സർവൈവലിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് നിലനിൽപ്പിന് വേണ്ടി. അപ്പോൾ നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുന്നത് എപ്പോഴും നിലനിൽപ്പ് ഭീഷണി നേരിടുമ്പോഴാണ്. അത് യഥാർത്ഥത്തിൽ ഈ അച്ചടി മാധ്യമങ്ങൾ, അതായത് വർത്തമാന പത്രങ്ങൾ, അവർ ആ പത്രങ്ങളുടെ ഒരു പക്വതയനുസരിച്ച്, ആ വളർച്ച പ്രാപിച്ചതനുസരിച്ചിട്ട് മുമ്പോട്ട് ക്രിയാത്മകമായിട്ട് പോവുകയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ അച്ചടി മാധ്യമങ്ങളിൽ ഈ പത്രങ്ങൾ ഒരു പ്രതിസന്ധി നേരിടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യ കാലഘട്ടമാവുന്ന സമയത്താണ് ജേർണലിസം ഒരു ഇൻഡസ്ട്രിയും പ്രൊഫഷനും ഒക്കെ ആയിട്ട് മാറി. 80കളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലക്ഷണം മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. ഇപ്പം ജേർണലിസം മൊത്തത്തിൽ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ മൊത്തത്തിൽ അവിടെ തന്നെ നിൽക്കുന്ന ജേർണലിസം ഇന്ന് അനുനിമിഷം ഈ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ സുതാര്യമായ സ്ഥിതിക്ക് ഈ സാങ്കേതിക വിദ്യ കൊണ്ട് ലഭ്യമാകുന്നു. പക്ഷെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഈ വർത്തമാന പത്രങ്ങൾ, വിശേഷിച്ച് അച്ചടി മാധ്യമങ്ങൾ, ആ ഘട്ടത്തിലേക്ക് പോകാനായിട്ട് ഈ പത്രങ്ങൾക്ക് കഴിയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 4 പത്രങ്ങളിവിടെ താങ്കളിപ്പോൾ സൂചിപ്പിച്ചു. ഒന്ന് മാതൃഭൂമി, മനോരമ, ദീപിക, കേരള കൗമുദി. ഇതിൽ സാമൂഹികമായ ഒരു പശ്ചാത്തലത്തിൽ തുടങ്ങിയ 2 പത്രങ്ങളാണ് മാതൃഭൂമിയും കേരള കൗമുദിയും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാതൃഭൂമിയുടെ കാര്യം നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. മാതൃഭൂമിയുടെ ആദ്യ പ്രതിയിൽ ഒരു പാവന പ്രതിജ്ഞയുണ്ട്. ഈ പാവന പ്രതിജ്ഞ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചു നോക്കുന്നൊരു സംഗതിയാണ്. കാര്യം അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്ക്, ആ പ്രതിജ്ഞയിലെ ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു കാലത്തിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ള സംഗതിയാണ്. അതായത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഒരു വ്യക്തിയിലൂടെ സമൂഹത്തെ കാണുകയും സമൂഹത്തിലൂടെ രാഷ്ട്രത്തെ കാണുകയും അതിലൂടെ ലോകത്തെ കാണുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് വയ്ക്കുന്ന ഒരു പാവന പ്രതിജ്ഞയാണ്. അത് 1923 ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭരണഘടന വരുന്നത് 52 അല്ലേ? ഈ പാവന പ്രതിജ്ഞ ഓരോ തവണ വായിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മുഴുവൻ നമ്മൾ വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഈ മാതൃഭൂമിയുടെ പാവന പ്രതിജ്ഞയിലൂടെ ഉണ്ടാകുന്നത്. കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ഈ സ്വാതന്ത്ര്യം ആത്യന്തികമായി അനുഭവിക്കുന്നത് വ്യക്തിയാണ്. നമ്മളതിനെ വേറൊരു തലത്തിൽ കാണുന്നെങ്കിലും വ്യക്തിയാണ് ആത്യന്തികമായ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുക, അല്ലേ? വ്യക്തിയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഇന്ത്യൻ കൾച്ചർ എടുത്ത് നോക്കുക, ഇന്ത്യൻ കൾച്ചറിൻ്റെ ലക്ഷ്യം വയ്ക്കുന്നത് മോക്ഷത്തെയാണ്. അതും വ്യക്തിക്ക് നിറക്കാൻ പറ്റും. അപ്പം ഈ ഒരു സാംസ്കാരികമായ തലത്തിൽ നിന്നുകൊണ്ട് അങ്ങേയറ്റം ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായ ഒരു തലത്തിലാണ് ഈ പാവന പ്രതിജ്ഞ മാതൃഭൂമിയുടെ ഇപ്പം നിലവിലുള്ളത്. ആ ഒരു ഒറ്റ പ്രതിജ്ഞ എടുത്ത് വായിച്ചു നോക്കിയിട്ട് അതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഏത് വർത്തമാന പത്രത്തിന് വേണമെങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. ഇന്നിപ്പോൾ കേരളത്തിൽ വാസ്തവം പറയുകയാണെങ്കിൽ ഇന്ന് വർത്തമാന പത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നൊരവസരമാണ്. കാര്യം ഓരോ വ്യക്തിയും കൊച്ചു കുട്ടി മുതൽ ഈ പറയുന്നത് പോലെ വയോവൃദ്ധർ വരെ അങ്കലാപ്പിലാണ്. എങ്ങനെ മുമ്പോട്ട് പോകണം എല്ലാവരും ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് മാറുന്ന ലോകം? കുട്ടികൾ മദ്യം ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, തമ്മിൽ തല്ലുന്നു. ഈ പ്രശ്നങ്ങളാണ്. ഇത്രയും അവ്യക്തത നിറഞ്ഞ ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതിന് പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങൾക്ക് പ്രത്യേകമായ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അച്ചടി മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വായിക്കുമ്പോഴാണ്. ഇന്ന് ലോകം ഉണ്ടായതിനു വായിക്കുമ്പോഴാണ്. അവിടെ ഞാനൊന്ന് നിർത്തി പറയട്ടെ. ഒരു മനുഷ്യ ശിശു വായിക്കാൻ തുടങ്ങണമെങ്കിൽ എത്ര വയസ്സ് കഴിയണം? ചുരുങ്ങിയത് പക്ഷം പത്രം വായിച്ചാൽ മനസ്സിലാകുന്ന ഒരാളാകണമെങ്കിൽ ഒരു 10-12 വയസ്സ് തീർച്ചയായും. അപ്പോൾ അക്ഷര ജ്ഞാനമുള്ളവർക്ക് മാത്രം വഴങ്ങുന്ന ഒരു ആശയ സംവേദന സങ്കേതമാണ് അച്ചടി മാധ്യമങ്ങൾ തീർച്ചയായിട്ടും എല്ലാം. അതേസമയം അല്ലാതെ തന്നെ മനുഷ്യബുദ്ധിയിലേക്ക് ആശയങ്ങൾ കടക്കുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണല്ലോ ആശയങ്ങൾ സ്വന്തം. അപ്പോൾ കേട്ടും കണ്ടും മനസ്സിലാക്കാനുള്ള സങ്കേതങ്ങൾ വളർന്നുകൊണ്ടിരിക്കെ ഇത് ക്ലേശിച്ച് അക്ഷരമൊക്കെ പഠിച്ച് കൂട്ടി വായിച്ച് ഇതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിന് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. കാര്യം മനുഷ്യൻ എന്ന് അവന് എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് ആവുകയാണെന്നുള്ളത്. ആ ക്രിയേറ്റീവ് സർഗാത്മകമാകാനുള്ള ശേഷി എന്ന് മനുഷ്യന് നഷ്ടപ്പെടുന്നു അന്ന് മനുഷ്യരാശി അവസാനിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇപ്പം തന്നെ നമുക്കിപ്പം മൊബൈൽ ഫോൺ, അക്ഷരാഭ്യാസം അറിയാത്തവർക്ക് പോലും ഈ GPay പ്രവർത്തിപ്പിച്ചിട്ട് വ്യവസായം നടത്താൻ പറ്റും. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച അതിൻ്റെ അൽഗോരിതമുണ്ട്. അത് സൃഷ്ടിച്ച കുറേ ആൾക്കാരുണ്ട്. എപ്പോഴും സമൂഹത്തിൽ അങ്ങനൊരു ചെറിയൊരു മിനിസ്ക്യൂൾ കമ്മ്യൂണിറ്റി, ചെറിയൊരു സമൂഹമാണ് ഇതിനെ എല്ലാത്തിനും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നതും 5, 6, 7 വ്യക്തികൾ ചേർന്നിട്ടുള്ളൊരു സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള സമൂഹമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സമൂഹത്തിൻ്റെ പല തട്ടുകളുണ്ടാവും. ആ തട്ടുകളിലേക്ക് പോകുമ്പോൾ ഇതിനിടയ്ക്ക് ചിന്ത ആവശ്യം. ഇന്നിപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അച്ചടിയോട് മനുഷ്യന് വിരോധം ഉണ്ടായിട്ടല്ല,
അവൻ തേടുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്ന് കിട്ടുന്നു തേടുന്നു, അത് ശരി. കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഈ അച്ചടി ഈ പുസ്തകങ്ങൾ ലോകമെമ്പാടും ഇത്രയും വിറ്റഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിറ്റഴിക്കുന്നത്? എന്തുകൊണ്ടാണ് പത്രങ്ങൾ താഴേക്ക് പോകുന്നത്? ഹാരി പോട്ടർ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അപ്പോൾ ഞാനൊന്ന് പറയട്ടെ. അതേസമയം തന്നെ ഗാർഡിയൻ പത്രം അച്ചടിക്കുന്നത് നിർത്തിയിട്ട് വർഷങ്ങളായി. അതെ. അതേസമയത്ത് ആ പത്രത്തിൻ്റെ ഓൺലൈൻ വേർഷൻ ലഭ്യമാണ്. സങ്കേതം മാറും, അച്ചടിക്കാതെ തന്നെ പത്രം വായനക്കാരിൽ എത്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും എത്തിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാറുന്ന സാങ്കേതിക വിദ്യക്കൊപ്പം ഒരുപക്ഷെ ഈ പറഞ്ഞ പത്രങ്ങളുടെയൊക്കെ നോമൻക്ലേച്ചർ പേര് നിലനിൽക്കുമായിരിക്കും. അതെ. അതേസമയം ഇന്നത്തെ ശൈലിയിലുള്ള ഈ അച്ചടിപ്പത്രം തീരുമോ നിൽക്കുമോ എന്നതായിരുന്നു നമ്മുടെ ചർച്ച. അച്ചടിപ്പത്രം നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇല്ല, നിലനിൽക്കണോ? അതിപ്പോൾ നിലനിൽക്കണമെന്നുള്ള അത്യാവശ്യവുമില്ല. കാരണം അത് നാളെ ജനങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഒരു പ്രതലമില്ലാതെ തന്നെ നമുക്ക് വാർത്ത വായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നാളെ പോകാൻ പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പത്രങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ പേപ്പർ നമ്മുടെ കയ്യിലേക്ക് വരുന്നു എന്നുള്ള ഒരു അവസ്ഥ അത് ചിലപ്പം സ്വാഭാവികമായിട്ടും നിലനിന്നിരിക്കും. പക്ഷെ രാവിലെ സൈക്കിളിൽ വന്ന് ഒരാൾ ഒരു ഇല്ല പത്രം ആ ഒരു കാലഘട്ടം ഏതാണ്ട് അതേതാണ്ട് ഇങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പത്രം അല്ലെങ്കിൽ ഈ കണ്ടന്റ് എന്നുള്ള സാധനം, അതായത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, കാര്യം ഇന്ന് ലോകം മുഴുവൻ അവ്യക്തതയാണ്. ഇപ്പം എവിടെയാണോ അവ്യക്തത, ആ അവ്യക്തതയുള്ള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സംഗതി വ്യക്തതയ്ക്കാണ്. അപ്പോൾ പത്രാധിപന്മാരും പത്ര ഉടമകളും ആലോചിക്കട്ടെ, മാറുന്ന കാലത്തിനും ശീലത്തിനും അനുസരിച്ച് അവരുടെ നിലനിൽപ്പിനെ പുനർനിർണ്ണയം. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, പൈങ്കിളിയുടെ കാലം കഴിഞ്ഞു. അതെല്ലാ മേഖലയിലും, ജീവിതത്തിലും. അതെ. പക്ഷേ പൈങ്കിളിയേക്കാൾ മോശമായ പ്രവണതകൾ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അതെ. നേരത്തെ എന്നെ സൂചിപ്പിച്ച മയക്കുമരുന്ന്, മദ്യോപയോഗം, ആസക്തി. ഈ പൈങ്കിളിക്കകത്ത് മുങ്ങിക്കഴിഞ്ഞാൽ മേപ്പോട്ട് പോകാൻ പറ്റത്തില്ല, കീഴോട്ടേ പോകാൻ പറ്റുള്ളൂ. കേരളം കണ്ട മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൊട്ടിഘോഷിച്ചതെല്ലാം പൈങ്കിളിയിൽ മുങ്ങുകയായിരുന്നു. അത് അതിവിപുലമായൊരു വിഷയമാണ്. അപ്പോൾ നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.